അസ്സലാമു നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര കഴിഞ്ഞാൽ വൈക്കടൂർ റോഡിന് വരുമ്പോൾ പാലാട് CNG റോഡിൽ നിന്ന് ഏകദേശം ഈ വീട്ടിലേക്കുള്ള ദൂരം 700 മീറ്റർ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ 10 സെന്റില് സൂപ്പർ വീട് കവുങ്ങ് കൊണ്ട് തുലാഭാരമാണ് ഇവിടെ കണ്ടെങ്കിൽ സൈഡ് ഭാഗത്ത് കൂടെ നമ്മൾ ഈ വയ്യിന് പോണ വയ്യിന് ഇതാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്ന വയ്യാണ് ഇപ്പോൾ കാണുന്നത്. ചെറിയ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു കാടിൻ്റെ പ്രശ്നമുണ്ട്. നല്ല അടിപൊളി ഒരു 10 സെന്റിൽ ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കണേ. ഹോസ്പിറ്റല്, അമ്പലം, പള്ളി എല്ലാം തൊട്ട് ആസ്പത്രി ഇവിടെ വലിയ ഹോസ്പിറ്റൽ ഇവിടെ തൊട്ടടുത്ത് ആകെ 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റൽ തൊട്ടടുത്ത്. അതേമാതിരി സ്കൂള് 1/2 കിലോമീറ്റർ കഷ്ടിച്ച് 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടിപൊളി മണിമൂളി സ്കൂൾ നിങ്ങൾക്ക് തൊട്ടടുത്താണ്. 10 സെന്റിൽ അതിമനോഹരമായ സൂപ്പർ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണിക്കുന്നത്. ഈ ചുറ്റും കവുങ്ങ്, അതായത് നിങ്ങൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിമൊന്ന് വരുമാനം കിട്ടാനുള്ള കവുങ്ങിൽ നിന്ന് നല്ല അടക്ക എടുക്കാനുള്ള ഇതുണ്ട്. നിങ്ങൾക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറി, സിറ്റ് ഔട്ടിൽ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്, ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം. ബ്ലാക്ക് 2-4 ബ്ലാക്ക് ഡിസൈൻ, ഒരു അടിപൊളി ഡിസൈനിലാണ് ഇതിൻ്റെ മാർബോണൈറ്റ് ഇട്ടുള്ളത്. മുകൾ ഭാഗത്തും എല്ലാം ശ്രദ്ധിച്ച് വൈറ്റ് പെയിൻ്റ് അടിച്ച് എല്ലാ ഭാഗം ഫുൾ ക്ലിയർ ആക്കി. ഫുൾ തേക്കിലൂടെയാണ് ഇതിൻ്റെ ഡോറുകളൊക്കെ, മൊക്കെ തടിയിലൂടെയാണ് ഇത്. കാതിലുള്ള തേക്കാണ് ഉള്ളത്. അത്യാവശ്യം വീട്ടിലെ അതേമാതിരി തേക്കുകൾ കൊണ്ടാണ് വീടിൻ്റെ എല്ലാ ഭാഗം അലങ്കരിച്ചിട്ടുള്ളത്. ഒക്കെ കാതിലുള്ള അതേമാതിരി തേക്കുകൾ, നല്ല ഡോറുകളൊക്കെ പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ കണ്ട ഫുൾ അടിപൊളി സെറ്റപ്പിലാണ് ഇതിൻ്റെ കട്ടില മുതൽച്ച് അതിൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരെ ഹാളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നല്ല സൗകര്യത്തിന് വിശാലമായ സൗകര്യങ്ങൾ, ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി ഭക്ഷണം കഴിക്കാനുള്ള ടേബിളിലുള്ള സൗകര്യങ്ങളും നല്ല സെറ്റപ്പിലാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തെ ഫസ്റ്റത്തെ റൂമുകൾ കാണിച്ചു തരാം. വീടിൻ്റെ റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് റൂം. ഏത് ആൾ ആഗ്രഹിക്കുന്ന വീടിൻ്റെ വലുപ്പമുള്ള റൂമാണോ നോക്കി നല്ല സ്പേസ് വലുപ്പത്തിലാണ്. ഒരു ഭാഗത്തൊരു കംപ്ലൈൻറ്റോ ഒന്നുമില്ല. ഈ വീടിൻ്റെ സൈഡ് ഭാഗത്തിനൊക്കെ നിങ്ങൾ അലമാര സെറ്റ് ചെയ്തത് നമുക്ക് അലമാര വലിപ്പുള്ള മോഡലൊക്കെ ആക്കണമെങ്കിൽ ആക്കാം. എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് മാർബോണൈറ്റ് കൊടുത്തിട്ടുള്ളത്. പാലാട് ടൗണിൽ നിന്ന് CNG റോഡിൽ നിന്ന് ആകെ 700 മീറ്റർ ഉള്ളൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഇതിൽ പണിയൊക്കെ ഉള്ളത് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈല് കൊടുക്കാൻ, ഇഷ്ടപ്പെട്ട തടികൾ മോഡലോ നിങ്ങൾക്ക് ടൈല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിട്ടിട്ടുള്ളത്. അതേമാതിരി നമുക്ക് ബാത്റൂം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലാണ്. പൈപ്പിങ്ങും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാത്റൂമിൻ്റെ ടൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കൊടുക്കാൻ അതുമാതിരി ബാത്റൂം വിട്ടിട്ടുണ്ട്. അതേമാതിരി രണ്ടാമത്തെ റൂമിലേക്കുള്ള സ്പേസ് കണ്ടോളൂ. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഇത് താമസിക്കാത്ത വീടാണ്. ഇതിലിപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഉണ്ടാക്കിയ നല്ല അടിപൊളി വീടാണ്. ഓൻ തന്നെ ആശാരി പണിയെടുത്തിട്ടാണ് ഇതിൻ്റെ എല്ലാ ഡോറുകളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി മരം കൊണ്ട് തന്നെ ഉണ്ടാക്കി. വീട് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. മുകളിൽ അടിഭാഗത്തിലേക്ക് ശ്രദ്ധിച്ചാൽ ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിൻ്റെ അടിഭാഗത്ത് സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാനുള്ളത് അതേമാതിരി അലമാര നമുക്ക് TV സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ടിങ് കൊടുത്തുകൊണ്ട് നമുക്ക് മോഡലാക്കണമെങ്കിൽ അങ്ങനെ ആക്കി ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വർക്കിൽ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കളൻ്റെ വിശാലത ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അടുക്കള വലുപ്പമുണ്ടോ എന്ന് നോക്കും. കണ്ടില്ലേ, ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഇത്. ആലുവ അടുപ്പല്ല, സാധാ അടുപ്പ് മോഡലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കൊടുക്കണമെങ്കിൽ ഇത് നേരെ നമുക്കിത് സ്റ്റെപ്പ് ചെയ്ത് കണ്ട് നിങ്ങൾക്ക് ഇനി ആലുവ അടുപ്പ് കൊടുക്കണമെങ്കിലും അതും വേണമെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു അവസ്ഥ കൂടിയാണ്. കാരണം മുകൾ ഭാഗത്തിൻ്റെ 3/4 ഭാഗം വരെ ടൈലിട്ടിട്ട് നല്ല വൃത്തിയാക്കി നമുക്ക് ഭക്ഷണത്തിന് നമുക്ക് ഇവിടെ സ്ത്രീകൾക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് അതിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഫ്രിഡ്ജ് വെക്കാനുള്ള ക്യാപ്പും അതേ മുകൾ ഭാഗത്തേക്ക് നമുക്ക് വേസ്റ്റ് അതിൽ തേങ്ങ എല്ലാ സാധനവും ഇട്ട് വെക്കാനുള്ള ദിലത്തിന് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഈ മാർബോണൈറ്റിൻ്റെ ഡിസൈൻ മാറി പുറത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സൗകര്യം. പക്ഷേ ഇത് മോഡൽ നിങ്ങൾക്ക് കാണാം. പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല സൗകര്യത്തിൽ ടാങ്കൊക്കെ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് കയറ്റി വെക്കാനുള്ള ടാങ്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലെ പ്രത്യേകത നോക്കിയിട്ട് ബാക്ക് ഭാഗത്തെ കവുങ്ങുകളൊക്കെ ശ്രദ്ധിച്ചോളൂ. ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അടക്കെടുക്കാം. ഇതിൽ പ്രായമുള്ള ആളുകൾ ചിലപ്പോൾ ഈ വീടെടുക്കുമ്പോൾ ഓർക്ക് അടക്കക്ക് പുറത്തേക്ക് പോകണ്ട അല്ലേ, നല്ല സൗകര്യത്തിൽ അടക്കൽ ഇതാക്കണ. പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തിണ്ടുകൾ പുറത്തോട്ടുള്ള നല്ല വീതിയിൽ ഏകദേശം ഒരു 2 വീതിയിലാണ് ഈ പുറത്തോട്ടുള്ള തിണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഇവിടെ ശ്രദ്ധിച്ച് നോക്കി ഈ തിണ്ടിലേക്ക് വെള്ളം കയറാത്ത രൂപത്തിൽ പുറത്തോട്ട് നല്ല വലിച്ച് വാർത്തിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. പിന്നെ പുറത്തുള്ള ബാത്റൂം, ഉള്ളിലത്തെ ബാത്റൂം ഇല്ലെങ്കിൽ എന്താ പുറത്തത്തെ ബാത്റൂം നോക്കി നിങ്ങൾ
മുകൾ ഭാഗം വരെ ടൈലിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ വീട് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളിട്ട് അതിലൊക്കെ നല്ല വൃത്തിയാക്കി കെട്ടിയിട്ടുണ്ട്. സൈഡ് ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, നല്ല സൗകര്യം സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യത്തിലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അല്ല നമുക്ക് നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകതായിട്ട് നമ്മൾ PTS ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെയും വീട് കൊടുക്കാനും ഉണ്ട് എങ്കിൽ വിളിക്കുക. നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റാക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ വീട് ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത്, എല്ലാവരും ചില ആളുകളൊക്കെ ഫുള്ള് എന്താ പറയുക എംസാം കൊണ്ടാണ് ഈ വീട് എല്ലാവരും വാർപ്പ് പണിയെടുക്കുക. ഇത് ഫുൾ മണലിലൂടെയാണ് ഈ വീടിൻ്റെ പണി എല്ലാം എടുത്തിട്ട്. ഈ വീടിൻ്റെ ഉടമസ്ഥം അതായത് ഈ വീടിൻ്റെ ആള് സ്വന്തം താമസിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഈ വീട് കയറ്റിയിരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വിൽപ്പനക്കുള്ളൊരു വീട് അല്ല. ഒരു 10 സെന്റില് ആണ്, അതായത് എംസാൻ ഉപയോഗിക്കുന്ന സമയത്ത് അവർ ഫുള്ള് മണൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതും 950 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. അത് ടൗൺ ഏരിയയിൽ നിന്ന് ആകെ 700 മീറ്റർ മലപ്പുറം കല്ലാണ്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മലപ്പുറം കല്ല്. ചില ആളുകൾക്ക് ഈ വീഡിയോ കാണാൻ എന്തി മലപ്പുറം കല്ല് എന്ന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേപ്പിന് ഏറ്റവും കുറഞ്ഞ് നമുക്ക് വരുള്ളൂ. തേപ്പ് കൂടുതൽ വാരിക്കെട്ടി തേക്കേണ്ട ആവശ്യം വരില്ല. നല്ല ഫിനിഷിങ് ഉണ്ടാവും. 4 മൂല കറക്റ്റായിട്ട് ഉള്ളൊരു വെട്ടുകല്ലാണ് ഈ മലപ്പുറം കല്ല് എന്ന് പറയുന്നത്. മലപ്പുറം കല്ലിനെ കവിച്ചാൻ പറ്റിയൊരു കല്ല് വേറെ ഭൂമിയിലില്ല. പിന്നെ എന്താ ഇരുട്ടിക്കല്ലൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനും വന്നാലും ഏറ്റവും കൂടുതൽ എത്ര ദൂരത്തിന് 2-3 നിലന്റെ മുകളിൽ നിന്ന് ആ കല്ല് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടൂല. അത്ര ക്വാണ്ടിറ്റി വരുന്ന കല്ലാണ് ഈ മലപ്പുറം കല്ല്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഈ വീട് ആവശ്യമുണ്ട് എങ്കിൽ 950 സ്ക്വയർ ഫീറ്റിന്റെ വീട് ടൗൺ ഏരിയയിൽ നിന്ന്, അതായത് CNG റോഡിൽ നിന്ന് 700 മീറ്റർ, 2 റൂം, ഹാള്, സിറ്റ് ഔട്ട്, അടുക്കള, 1.5 അടുക്കള. ഈ വീടിന് ചോദിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. പിന്നെ കച്ചവടമല്ലേ, നല്ല എന്താ പറയാ എല്ലാം കൊണ്ടും അടങ്ങി നല്ലൊരു വീടാണ്. കവുങ്ങോ 1.5 കൊല്ലം കഴിഞ്ഞ 1 കൊല്ലം കഴിഞ്ഞ നല്ല കായ്ച്ചന അടിപൊളി കവുങ്ങ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത്. ഓക്കെ.